അയ്യോ അളിയ ഈ മിന്നാമിനിങ്ങൊക്കെ വംശനാശ ഭീഷണിയിലാണെന്ന് ദാ ഈ വാർത്ത കിടക്കുന്നു. എന്ന് വെച്ചാ മിന്നാമിനിങ് മരിച്ചോ? എടാ അതല്ല, എന്ന് വെച്ചാ ഈ മിന്നാമിനി ഇനി പ്രസവിക്കത്തില്ലെന്ന്. അതെന്താ, പ്രസവം നിർത്തിയോ? വീട്ടിൽ പോ. എന്റെ വീടല്ലേ ഇത്? അളിയാൻ ടെൻഷൻ ആക്കാതെ അളിയാൻ കാര്യം മനസ്സിലാവുന്ന പോലെ ഒന്ന് പറഞ്ഞതാ. എടാ ഈ മിന്നാമിനിങ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലാതാവുക. ഇപ്പൊ മനസ്സിലായോ? ഓ, അപ്പൊ മിന്നാമിനിങ്ങൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലോട്ട് പോവാ അല്ലേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. മിന്നാമിനിങ്ങിന് ഒരു കുഴപ്പമില്ല. ഓ ഓക്കെ. മിന്നാമിനിങ്ങിന് നമ്മുടെ ക്ലൈമറ്റ് പിടിക്കാത്തോണ്ട് കുറച്ച് നാള് വേറെ നാട്ടിലോട്ട് മാറി നിൽക്കുന്നു. അത് കറക്റ്റ് അല്ലേ? മിന്നാമിനിങ്ങിന്റെ ജനറ്റിക്സ് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാവുന്നു. അതുകൊണ്ട് ഇനിയും മിന്നാമിനിങ് പ്രസവിക്കത്തില്ല. ഇപ്പൊ ശരിയായില്ലേ? അത് തന്നെ. അതില്ലടാ നിന്നെ കുറെ നേരം കൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അയ്യേ, അതിനായിരുന്നു നിനക്ക് ഇത്ര വിഷമം? ഞാൻ വിചാരിച്ചു അയ്യേ. കുഞ്ഞിലെ മുതലേ നമ്മൾ കണ്ടു വളർന്നതല്ലടാ. പെട്ടെന്ന് ഇല്ലെന്നറിഞ്ഞപ്പം എന്തോ ഒരു വിഷമം. അളിയാൻ വിഷമിക്കണ്ട, എൻ്റെ ഒരു ചെറിയ വഴിയുണ്ട്. അത് അളിയാൻ ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല. എന്ത് വഴി? എന്തിന്? അളിയാ, സംഭവം എന്താന്ന് വെച്ചാലേ, ഇനി കുറച്ച് മിന്നാമിനികളോടെ ബാക്കി കാണുമല്ലോ. അപ്പോ ഉള്ളവരെ എല്ലാവരും കൂടെ വെച്ചിട്ട് നമുക്കൊരു ചെറിയ ലിവിങ് ടുഗെദർ പോലെ ചെറിയ റൂമോ, ഡെപ്പികൾ, മരങ്ങൾ, മനസ്സിലായല്ലോ ഞാൻ ഉദ്ദേശിച്ച? മനസ്സിലായില്ലേ? ജീവിതങ്ങൾ ഉണ്ടാവട്ടെ, വെട്ടം പ്രകാശിക്കട്ടെ. മിന്നാമിനികളുടെ ഫുഡിന്റെയും വെള്ളത്തിന്റെയും കാര്യം ഓർത്തിട്ടല്ലേ അളിയന്റെ മുഖം ഇപ്പൊ മാറിയത്. എല്ലാം ഞാൻ നോക്കിക്കോളാം. തലയ്ക്ക് സുഖമില്ലാത്തതിന്റെ അടുത്തൊക്കെ പറയുന്നത് എന്നെ വേണം പറയാൻ. കളിയാക്കുന്നോ എന്നെ? പൊട്ടനാണ് ഞാൻ. സ്വന്തം തന്തയെടുത്തില്ലാത്ത സ്നേഹം മിന്നാമിനിങ്ങിന്റെ അടുത്ത്. സ്വന്തം തന്തയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്തവനാ മിന്നാമിനി നാട് വിടുന്ന കേട്ടപ്പം വിഷമം. അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുത്തപ്പോ നമ്മുടെ കുറ്റക്കാര്. നീ മിന്നാമിനിങ്ങിന്റെ ലൈറ്റ് പിടിച്ച് തൂങ്ങണം. അളിയ ചുമ്മാ പറഞ്ഞാലേ, അളിയ മിന്നാമിനിങ്ങിന് വെള്ളം കൊടുത്തിട്ട് മതി തന്തയ്ക്ക് വെള്ളം കൊടുക്കുന്നതൊക്കെ. പോയോടാ.